പാതയോരങ്ങളിൽ കണ്ട സ്വപ്നങ്ങളിൽ തന്നെ നമ്മൾ കടക്കും. പിന്നിട്ട വഴികളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്നല്ലാതെ കൂടുതലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ നീക്കങ്ങളെക്കുറിച്ച് പറയാനില്ല. നമുക്ക് ഈ ദുരിതഗതിയിൽ നിന്ന് മോചനമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇന്നും ഉത്തരം ഇല്ലാതെ നീണ്ടു കിടക്കുവാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ അസിസ്റ്റന്റ് കോച്ച്, ഇപ്പം ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയ തായ്ബോ സിംഗ്ബോയെ ഇടക്കാല പരിശീലകനാക്കുന്ന തരത്തിലൊരു നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇടക്കാല പരിശീലകനാക്കോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ബോ സിംഗ്ബോയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ടെക്നിക്കൽ റോളിലേക്കായിരിക്കാം ആളിനെ പരിഗണിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒരു സംഗതി കൂടിയുണ്ട്. തായ്ബോയെ ഇനി പരിശീലകനായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടൊരു ഇടക്കാല അപ്പോയിൻമെൻ്റ് ആയിട്ടായിരിക്കും പുള്ളിയെ നിയമിക്കാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പം ഉള്ള സംശയം, നിങ്ങൾ വേറെ ഒരു പരിശീലകനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് ഈ സമയത്ത് മിഖായൽ ഷാറെ പുറത്താക്കിയത്? അല്ല, ഒരു പ്ലാനും ഇല്ലാതെ ഒരു ക്ലബിനെ ഇട്ട് നിങ്ങളുടെ സ്കേപ്പ് ഗോട്ട് പരിപാടി നടത്താൻ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സീരിയസ്ലി മനസ്സിലാവുന്നില്ല. എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? വെയ്യാങ്കി ഇട്ടിട്ട് പോടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇട്ടിട്ട് പോകത്തില്ല. കാരണം ഇത് പണം കായ്ക്കുന്ന മരമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരും വേറെ ആർക്കും വിൽക്കില്ലല്ലോ. എത്ര പൈസയായിട്ട് ആൾ വന്നാലും ഇവന്മാർ കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇവന്മാർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്റ്റേക്കും വിൽക്കാൻ പോകുന്നില്ല. ക്ലബിനകത്ത് ഡിസിഷൻ മേക്കിംഗ് പവർ അവർക്ക് തന്നെ വേണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവന്മാർ ഇരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇവന്മാരുണ്ടാക്കുന്ന ലാഭത്തിനെ കുറിച്ച്. ഇങ്ങനെ പശുവിനെ പോലെ പിഴിഞ്ഞെടുക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിനെയും അതിൻ്റെ ആരാധക വികാരത്തിനെയും. അപ്പം തായ്ബോ സിംഗ്ബോയെ എന്തോ ടെക്നിക്കൽ റോളിലേക്ക് പരിഗണിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.